അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ച ആവാനായി. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് ഇടാനും എടുത്താക്കാനൊക്കെ ഉള്ള ഒഴിവിട്ടത്. സത്യത്തിൽ എനിക്കിത് എടുത്താക്കാൻ മൂടില്ലാതെ അങ്ങനെ ഡിലേ ആയി പോയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പെരുന്നാരാവെന്ന് തുടങ്ങാം. അപ്പോൾ അന്ന് രാവിലെ എനിക്കൊരു ടീഷർട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ മാക്സിൽ പോയി. അങ്ങനെ കുറേ ടീഷർട്ടുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. പല പച്ചയും ബ്ലാക്കും വൈറ്റും പിങ്കും, മോസ്റ്റ്ലി പിങ്ക് അതിനോട് ഉള്ളത്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ പിങ്ക് ഒരു ടീഷർട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ടീഷർട്ടൊക്കെ ട്രൈ ചെയ്ത് അവസാനം ഒരു ഡാർക്ക് ബ്ലൂ ടീഷർട്ടൊക്കെ ഉണ്ട്. ബില്ലൊക്കെ പോകുമ്പോഴാണ് ഞാൻ അവിടുത്തെ ആക്സസറീസിൻ്റെ സെക്ഷനൊക്കെ കണ്ടത്. അവിടെ നല്ല കളക്ഷൻ ഉണ്ട് ആക്ച്വലി. ഞാൻ പക്ഷെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ ടീഷർട്ടൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്ത് നല്ല ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞ് നാളാണ് പെരുന്നാളെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടാനൊക്കെ വേണ്ടി പിന്നെ പെരുന്നാളിലേക്ക് വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ച കുറേ സാധനങ്ങൾ അത് വാങ്ങാൻ പോകണമെങ്കിൽ ഇപ്പം അമ്മായിൻ്റെ അവിടെ ആക്കാനുണ്ടായിരുന്നു. ഓരാണെങ്കിൽ പുറത്ത് ഷോപ്പിങ്ങിന് പോയത്. അവിടെ ഒരാരും ഇല്ലേനു. അപ്പോൾ നമ്മൾ എത്താൻ വേണ്ടി കുറച്ച് നേരം കാത്തുനിന്ന് അങ്ങനെ ഓരൊക്കെ വന്ന് നമ്മളിപ്പം അവിടെ ആക്കി. എന്നിട്ട് പിന്നെ നമ്മൾ ടൗണിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ടൗണിലൊക്കെ ഫുൾ ബ്ലോക്കാണ്. രാത്രി ആണെങ്കിലും ഓരോ ആൾക്കാർ ഇപ്പോഴൊക്കെയാണ് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത്. നമുക്കങ്ങനെ കുറേ സാധനം വാങ്ങില്ല. സോക്സ്, ടവൽ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എസ് എൻ സ്ട്രീറ്റിലേക്കും പോയി. അവിടെയും ഫുൾ തിരക്കാണ്. സമയമൊക്കെ ലേറ്റ് ആയിക്കണമെങ്കിലും ഇവിടെ കണ്ട നമ്മളൊക്കെ 6 മണി 7 മണിയൊക്കെ ആയിട്ടുള്ളൂന്ന്. പിന്നെ നമ്മൾ ജോക്കിയിലേക്ക് പോയി ഇന്നറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയും നല്ല തിരക്കുണ്ടേനു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി അവിടെ കുറച്ച് സമയം പോയിക്കിനെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അടുത്ത ദിവസം പെരുന്നാളാണ്. അങ്ങനെ അന്ന് രാവിലെ നമ്മൾ എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും റെഡിയായി പള്ളിയിലൊക്കെ പോയി. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് പോയത്. ആകെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറിൻ്റെ സമയം ഇങ്ങനെ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് അത്ര വീഡിയോ ഇല്ല. പിന്നെ ഞാനും കസിനും അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങി. പക്ഷേ ഇരുടായപ്പോൾ നമ്മൾ വേഗം കയറി. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പം ലുലു മോളിലേക്ക് പോയി. കാരണം കഴിഞ്ഞ ദിവസം അത്ര ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെച്ച് ലുലു മോളിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുക. അവിടെ പുറത്ത് നല്ല ഗാർഡനും ചെടിയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പം നമ്മളമാരെ വിചാരിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ആൾക്കാർ പുറത്ത് തന്നെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ലുലു മോളിൽ കയറിയിട്ടൊന്നുമില്ല. അവിടെ ഉള്ളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കണ്, പുറത്തും ഡെക്കറേറ്റ് ആക്കി വെച്ചിരിക്കണ്. പിന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.